ഫങ്കി സോക്സ് ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡാണ്. കാഷ്വലായുള്ള ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ഫോർമലായുള്ള ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ നല്ല സൂപ്പറായിട്ട് ഒരു കില്ലർ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള പ്രിൻറ്റഡ് അടിപൊളി സോക്സും ഉണ്ട്. ഭയങ്കര ഹാപ്പി ഫീൽ ആയിരിക്കും നമുക്കിത് കാണുമ്പോൾ തന്നെ. ഹാപ്പി ഫീലുള്ള ഒരു ഹാപ്സോ സോക്സിൻ്റെ പിന്നിലുള്ള കഥയാണ് നമ്മളിത് കേൾക്കാൻ പോണത്. കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാഷൻ സ്കൂളിംഗ് ആണ്. ആൻഡ് ഐ എം RJ ഹെവന. ഇതാണ് നമ്മുടെ ഹാപ്സോ ഗൈസ്. ഹലോ ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ പറ്റി ഒന്ന് അറിയണം, ഒന്ന് പരിചയപ്പെടണം. ഞങ്ങളാണ് ടീം ഹാപ്സോ. ഞാൻ ഉണ്ണി, ഇത് നന്ദ. ഞങ്ങൾ ഫ്രീലാൻസ് കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സാണ്. അത് അമൽ, ഫ്രീലാൻസ് ഡിസൈനറാണ്. ഇത് ഞങ്ങളുടെ മെയിൻ കോ ഫൗണ്ടേഴ്സ്. വിജിത്ത്, പുള്ളിക്കാരൻ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അനീസ്, പുള്ളിക്കാരന് സ്വന്തമായിട്ട് ഹിസ് ഓൺ ബിസിനസ്സാണ്. അതെന്താണ് ഹാപ്സോ? വാട്ട്സ് മീൻ? കുറച്ച് കാലം മുന്നേ നമുക്കൊരു ഹാപ്പിച്ചിനോ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ കുറേ ആർട്ടിസ്റ്റും ഡിസൈനേഴ്സും എല്ലാവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഇടാന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അങ്ങനെ ഒരു ഹാപ്പിച്ചിനോ സോക്സ് എന്നുള്ള ആ ഒരു സംഭവം അതിനെ ഷോർട്ടാക്കിയാണ് ഹാപ്സോ എന്ന് പറഞ്ഞ് ആക്കിയത്. ഹാപ്പിനെസിന്റെ ഹാപ്പ്, സോക്സിന്റെ സോ. സോക്സ് എന്ന് പറയുന്നത് എല്ലാം ചെയ്യുന്നൊരു സംഗതിയല്ല. അപ്പൊ സോക്സ് ആരുടെ ഒരു ഐഡിയ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഡിസൈഡ് ചെയ്താണ് സോക്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം? അതിന്റെ സ്റ്റാർട്ട് എങ്ങനെയാണ്? സോക്സിലോട്ട് വന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കുറേ ആയിട്ട് നമ്മുടെ ഡിസൈൻസും നമ്മുടെ ആർട്ടും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിലോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് യൂഷ്വൽ സാധനങ്ങളൊന്നും വേണ്ട, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സാധനം വേണം. നന്ദന് ഇപ്പം മറ്റേ ഗൂഗിളിൻ്റെ, അതായത് ഗൂഗിൾ മറ്റേ ലോക്കൽ ഗൈഡ് ഏതൊരു ലെവൽ എത്തുമ്പോഴേക്കും അവർ മറ്റേ സോക്സ് അയച്ചു കൊടുക്കും. മറ്റേ അവരുടെ ഗൂഗിളിൻ്റെ ബ്രാൻഡിങ് ഉള്ള ഒരു സോക്സ് വരും. അപ്പോഴേക്കും നന്ദൻ ഒരു ദിവസം അത് സ്റ്റോറി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്തോ ലോക്കൽ ഗൈഡ് ഈ ലെവൽ കിട്ടി, ഇങ്ങനെ സോക്സ് കിട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കാണുന്നത്. കണ്ടപ്പോഴേക്കും കൊള്ളാം, നല്ല കളറുള്ള സോക്സ്, എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോഴേക്കും പരിപാടി കൊള്ളാം. ഇങ്ങനെ ഡിസൈനർ സോക്സ് എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടെന്നുള്ളൊരു സാധനം ഫസ്റ്റ് കാണുന്നപ്പോഴാണ്. എന്നിട്ട് ചുമ്മാ ഞാൻ വെറുതെ ചുമ്മാ അതിൻ്റെ പുറകെ ഒന്ന് കുറേ റിസർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോഴേക്കും അങ്ങനെ ബ്രാൻഡുകളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ അധികം ബ്രാൻഡുകളില്ല. ഇൻ്റർനാഷണൽ ലെവലിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പം അത് കൊള്ളാം. അപ്പോഴാണ് ഞാൻ അനീസിനെ ആക്ച്വലി ആദ്യം വിളിച്ചിട്ട് അനീസിൻ്റെ അടുത്ത് പറയുകയാണ്, നമുക്ക് ഒരു കിടിലം പ്രോഡക്റ്റ് ഇട്ടിട്ട് പൊളി ഐറ്റമുണ്ട് സോക്സ്. ആ ഒരു ഇന്നർവെയർ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ആക്ച്വലി $1 ബില്യൺ ബിസിനസ് തന്നെയാണ് ഇന്ത്യയിൽ. അതും അതിൻ്റെ ഒരു ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈ ആണ്. ഇതിൻ്റെ സ്റ്റൈലിംഗ് നിങ്ങൾ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. സോ സ്റ്റൈലിങ്ങിലൊക്കെ ആരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമുക്ക് ഒരിക്കലും ഒരു ഒറ്റ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടി ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോഡക്റ്റ് ഇറക്കാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാവരെയും കൺസിഡർ ചെയ്യണം. ലൈക്ക് എല്ലാ ടൈപ്പ്, ചിലവർക്ക് ഭയങ്കര ലൗഡ് ഡിസൈൻസ് ഓക്കെ ആയിരിക്കും, ചിലവർക്ക് ഭയങ്കര സട്ടിൽ സാധനങ്ങൾ വേണമായിരിക്കും, ചിലപ്പോൾ കൂടുതൽ ഓഫീസിൽ പോകുന്ന ആൾക്കാർ കുറച്ച് ഫോർമൽ സാധനങ്ങൾ വേണമായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ചധികം എന്താ പറയുക, ഒരു നല്ലൊരു വൈഡ് റേഞ്ച് ഓഫ് കൺസ്യൂമേഴ്സ് ആണ് നമുക്കൊരു സോക്സ് എന്ന് പറയുമ്പോൾ വരുന്നത്. ഒരാളുടെ ഒരു പേഴ്സണൽ ഇഷ്ടമല്ല ഒരു കമ്പനി അല്ലേ, ഒരാളുടെ കുറെ ആൾക്കാരുടെ കളക്റ്റീവ് ഇഷ്ടങ്ങളാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യണം. അപ്പം ഈ പറഞ്ഞ പോലെ ഞാനും ചേട്ടനുള്ള ഇപ്പം നമ്മൾ നിൽക്കുമ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ആദ്യം ഇറക്കിയ 28-30 ഡിസൈൻസ് അല്ല, ഒരു 50-50 ആ റേഞ്ചിൽ ഡിസൈൻസ് ഉണ്ട്. പുറത്ത് ആരോട് പറഞ്ഞാലും അവർ ഈ പറഞ്ഞ സാധനം സോക്സ് കളർഫുൾ അത് സെറ്റ് ആവുന്നില്ല. പിന്നെ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു ഓഡിയൻസിനെ സെറ്റ് ചെയ്തു, അതായത് മുഖത്ത് നോക്കി പച്ചയ്ക്ക് ഉള്ളത് പറയുന്ന ഓഡിയൻസ്, നമുക്കറിയുന്ന ആൾക്കാരുണ്ട്, വെറുതെ അനാവശ്യ പ്രോത്സാഹനം തരുന്ന ആൾക്കാരല്ല, മനസ്സിലായോ? ആ ഒരു സംഭവം ഇത് പോരാ. അങ്ങനെ പറയുന്ന ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് നമ്മൾ സെറ്റ് ചെയ്ത് അതിനകത്ത് ഓരോ ഡിസൈൻസ് ആയിട്ട് പ്ലേസ് ചെയ്തു. അതിനകത്ത് പറയുന്നത് തന്നെ കില്ല് ചെയ്തോ, ഒരു ഡിസൈൻ ഇട്ട് പറയുന്നത് അതിനെ കില്ല് ചെയ്യും. അപ്പം എല്ലാവരുടെയും ഒപ്പീനിയൻസ് വരും. പിന്നെ മിക്കവരും സെലക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം ആംഗിളാണ്. സോ പലതരത്തിൽ ഇതിന് പേരുണ്ട്. നമുക്ക് ആ സോക്സ് ഒന്ന് പരിചയപ്പെട്ടാലോ? അതിൽ നമ്മൾ പലതരം ടൈപ്സ് ഓഫ് ഡിസൈൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ പാക്കേജിംഗിൽ ശ്രദ്ധിച്ച കാര്യം എന്താ? ഹാപ്സോയുടെ ബ്രാൻഡിങ്ങും പാക്കേജിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ കുറച്ച് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് കംപ്ലീറ്റ്ലി ലൈഫ് സ്റ്റൈൽ ഫോക്കസ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഒരു ഫങ്കിനെസ് വരണം, പിന്നെ അതുപോലെ പോപ്പ് കളേഴ്സ് എടുത്തു നിൽക്കണം. നമ്മുടെ ഈ പാക്കേജിങ് എവിടെ വെച്ചാലും ആൾക്കാരത് കാണണം. അതുപോലെ തന്നെ ഇത് ഒരു വട്ടം ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവർ പിന്നെയും റീയൂസ് ചെയ്യണം, അത് കളയാൻ പാടില്ല. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഡിസൈൻസ് നമ്മളിങ്ങനെ പലവട്ടം കുറേ വർക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഒടുവിലാണ് ഈ സാധനത്തിലേക്ക് എത്തിയത്.
അപ്പോൾ അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇത് ശരിക്കും 2 പെയർ ഓഫ് സോക്സ് ആണ്. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ചും ഇത് എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെ ഇടാൻ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് ക്രൂ സോക്സ് ആണ്. കുറച്ച് എനിക്ക് തോന്നുന്നു കാഫ് വരെ വരുന്ന സോക്സ് ആണ്. ആൻഡ് ഇത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻ ട്രെൻഡ് ആംഗിൾ സോക്സ്. ദെൻ ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് ഞങ്ങളുടെ മറ്റേ എന്താ പറയാ അത്ലറ്റിക് വെയർസിൽ വരുന്നതാണ്. ബാംബൂ സോക്സ് ആണ്. കുറച്ചും കൂടി കട്ടിയുണ്ടല്ലോ. നല്ല കംഫർട്ട് വൈസും ബ്രീത്ത് വൈസും ബാംബൂ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ആ ബ്രീത്ത് വളരെ സ്പെഷ്യലാണ്. അതേപോലെ തന്നെ ഹീൽ സപ്പോർട്ടും വളരെ നല്ലോണം തന്നെ വരുന്നത്. നമ്മുടെ ആക്ച്വലി നല്ല കറക്റ്റ് ടീമാണ്. നമുക്ക് ഒരു സംഭവം നമ്മൾ പുറത്ത് ഇപ്പം ഒരു കാര്യം നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതായത് ഇവൻ ഡിസൈനിങ് നമ്മളെ ഒരു കോൺസെപ്റ്റ് നമ്മളെല്ലാവരോട്ടും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് റെഡിയാക്കും. അത് കഴിഞ്ഞിട്ട് അത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ അമല ചെയ്യുന്നത്. പിന്നെ ആ ഒരു ടെക് സൈഡ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇവൻ ആഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഓപ്പറേഷൻ സൈഡിലെല്ലാം അനീസ് ഹാൻഡിൽ ചെയ്ത് പോയി. പിന്നെ ബാക്കി ഷൂട്ട്സിന്റെ ഇവർ ആക്ച്വലി അനീസും ഇവർ 3 പേരാണ് പ്രൊഡക്ഷൻ സൈഡ് മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാനിങ്ങനെ കേട്ടിരുന്നു നിങ്ങളുടെ പ്ലേ മാർക്കിൽ ശശി തരൂരൊക്കെ വന്ന് സോങ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഇപ്പൊ പാർലമെന്റ് നമ്മളെ സ്വത്തിൽ ഒരു ഷോപ്പൊക്കെ ഇനി നമുക്ക് പ്രതീക്ഷിക്കാമോ? അതായത് നമ്മളിപ്പോൾ ഓൺലൈനിലാണ് സെല് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാം വഴിയായിട്ടായിരിക്കും കുറച്ചും കൂടി നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് നല്ലതായിരിക്കുക അല്ലേ? അപ്പോൾ ഞങ്ങളിപ്പോൾ കൂടുതലും ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി തന്നെയാണ് മേജർ സെയിൽസ് നടക്കുന്നത്. ഞങ്ങളിപ്പോൾ ആമസോണിൽ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് ബാക്കി എന്താ പറയുക റീറ്റെയിൽ ഇറങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഞങ്ങൾ ഹാപ്സോ എന്ന് പറയുന്ന ബ്രാൻഡ് ഞങ്ങൾ ലൈക്ക് സോക്സ് മാത്രമായിട്ടല്ല സെല് ചെയ്യാൻ നോക്കുന്നത്. പ്രോഡക്റ്റ് സോക്സ് ആണ്, പക്ഷെ സോക്സ് മാത്രമായിട്ടല്ല. വി ആർ ട്രൈങ് ടു സെൽ ദാറ്റ് എന്താ പറയുക ആ ഒരു ലൈഫ് സ്റ്റൈൽ. കാരണം സോക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ക്ലോത്തിങ് സെൻസ് വെച്ചിട്ട് വളരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു അപ്പാരലാണ്. അപ്പോൾ അതിലോട്ട് എങ്ങനെ ഒരു ലൈഫ് കൊണ്ടുവരാം, എങ്ങനെ ഒരു കളർ കൊണ്ടുവരാം, അതാണ് ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളുടെ മെയിൻ സ്ട്രോങ് ഹോൾഡ് അതാണ്.